ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് 103 മിനിറ്റ് നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തവും കൃത്യവുമായ മറുപടികളോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കഴിഞ്ഞു. അതിലുപരി ഒരു വലിയ പ്രഖ്യാപനവും കൂടി അദ്ദേഹം നടത്തി. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതെന്ന് നമുക്ക് നോക്കാം. ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ശക്തി പ്രാപിക്കുന്നു. ഇനിയുള്ള നീക്കങ്ങൾ, ഇനിയുള്ള വ്യാപാര ബന്ധങ്ങൾ ഇല്ല, ഇനിയുള്ള ട്രാൻസാക്ഷൻ എല്ലാം ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഇനി അവരവരുടേതായ നാണയത്തിലേക്ക് തന്നെയാകും എന്ന് കൃത്യവും വ്യക്തവുമായ ഒരു മറുപടിയാണ് നൽകുന്നത്. ഒപ്പം തന്നെ വില കുറഞ്ഞ, ക്വാളിറ്റി കൂടിയ, സ്വന്തം ഈ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകും, അതിനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങൾ ഉയർന്നു വരണമെന്ന് പറയുമ്പോൾ സ്വദേശി ജാഗരണ മഞ്ചിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് RSSന്റെ പേര് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. RSS ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണെന്നും കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ 11 ലക്ഷം സ്വയം സേവകരാണ് ലക്ഷ്യത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ മരിച്ചതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമായിട്ടാണ് RSSന്റെ പേര് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പറയുന്നത്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ കർഷക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ താൻ ഒരു മതില് പോലെ നിൽക്കും, കടന്നു വരാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ വ്യാപാര കരാറിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കാർഷിക പാലുൽപാദന മേഖലയിൽ കടന്നു കയറുകയായിരുന്നു. അതിനെ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി തടയിട്ടുകൊണ്ട് പറയുന്നത് താൻ കർഷകർക്കൊപ്പമാണ്, ഒരു മതില് പോലെ താൻ ഉണ്ടാകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ നടത്തിയ മറ്റ് 2 വമ്പൻ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ജെറ്റ് എഞ്ചിനുകൾ സ്വന്തമായി നിർമ്മിക്കും എന്നുള്ളതാണ്. ഒപ്പം 2035, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഖ്യാപനം. 2035 ആകുമ്പോൾ രാജ്യത്തുടനീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ, ആശുപത്രികൾ, മത സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ ആരാധനാലയങ്ങൾ, ഇവയ്ക്കെല്ലാം സുദർശന ചക്ര ഒരു വലിയ സുരക്ഷ നൽകും. ഇപ്പോൾ നമ്മൾ S-400 സുദർശന ചക്ര എന്നാണ് വിളിക്കുന്നതെങ്കിലും ഇത് അങ്ങനെയല്ല. മിഷൻ സുദർശന ചക്ര എന്ന് പറഞ്ഞ് 2035 ആകുമ്പോഴേക്കും അമേരിക്കയുടെ ഗോൾഡൻ ഡോൺ പോലെ, ഇറ്റലിയുടെ മിലാഡ് പോലെ രാജ്യം മുഴുവൻ ഒരു സംരക്ഷിത കവചത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സുദർശന ചക്ര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 2035 ആകുമ്പോഴേക്കും രാജ്യത്തുടനീളമുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും, പ്ലാറ്റ്ഫോമുകളും, ആശുപത്രികളും, ആരാധനാലയങ്ങളും അടക്കം ഈ സുരക്ഷാ കവചത്തിന് കീഴിലായിരിക്കും. ഇതിൽ തന്നെ മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. അതായത് എവിടെ നിന്നുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയും. അതായത് രാജ്യം മുഴുവൻ ഒരു വലിയ സുരക്ഷയുടെ കവചം, ഒരു കുടക്കീഴിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ വളരെ അത്ഭുതത്തോടൊക്കെയാണ് ഗോൾഡൻ ഡോം അടക്കമുള്ള അമേരിക്കയുടെ പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇന്ത്യയും അതിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2035 അത് യാഥാർത്ഥ്യമാകുമെന്ന് കൂടി പ്രധാനമന്ത്രി പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.